വികസനം ജന്മാവകാശമെന്ന മുദ്രാവാക്യമുയർത്തി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് മെഗാ അദാലത്തും ജനസംഗമവും മാർച്ച് 6-ന് സംഘടിപ്പിക്കുമെന്ന് ബി.ജെ.പി. ഉത്തരമേഖലാ പ്രഭാരി വി.കെ. സജീവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണപരാജയത്തിന്റെയും വികസന മുരടിപ്പിന്റെയും പ്രതീകമായി മാറിയ കേരളത്തിൽ ജനങ്ങളെ കേൾക്കാൻ ഇനി ബി.ജെ.പി. ഉണ്ടാകും എന്ന സന്ദേശമാണ് ബി.ജെ.പി. ഈ പരിപാടിയിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ എത്രയോ കൂടുതലാണ്. യുവാക്കൾ കേരളത്തിന് പുറത്തേക്കോ വിദേശത്തേക്കോ പോവുകയാണ്. പ്രഖ്യാപിച്ചിട്ടും പ്രവൃത്തി വൈകുന്ന റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം, സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ, ജൽജീവൻ മിഷൻ നടപ്പിലാക്കാതെ കുടിവെള്ളം നിഷേധിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ബി.ജെ.പി. ഉന്നയിക്കുമെന്നും സജീവൻ പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജയും അദാലത്തിൽ പങ്കെടുത്ത് ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കും. പ്രധാനമായും ധർമ്മടം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്കും അവഗണനയ്ക്കുമെതിരെയും പൊതുവെ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്കും പരാതികൾ സമർപ്പിക്കാമെന്ന് ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ. രഞ്ജിത്ത്, നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ. വിനോദ്കുമാർ, കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി, എൻ. ഹരിദാസ്, ഗോകുൽ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. വികസനം ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മാർച്ച് 6-ന് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് മെഗാ അദാലത്തും ജനസംഗമവും നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഭരണപരാജയത്തിന്റെയും വികസന മുരടിപ്പിന്റെയും പ്രതീകമായിട്ടുള്ള കേരളത്തിൽ ഇനി മുതൽ ജനങ്ങളെ കേൾക്കാൻ, ജനങ്ങൾക്ക് പരാതി പറയാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് എന്നുള്ള സന്ദേശം നൽകുകയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. കേരളത്തിൽ നമുക്കറിയാം, തൊഴിലില്ലായ്മ ദേശീയ ശരാശരിയേക്കാൾ എത്രയോ കൂടുതലാണ്. കേരളത്തിലെ യുവാക്കൾ കേരളത്തിന് പുറത്തേക്കോ വിദേശത്തേക്കോ തൊഴിൽ തേടി പോകേണ്ട സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ, ആശുപത്രികളിൽ നിരന്തരമായി ഡോക്ടറില്ലാത്ത അവസ്ഥ, സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥ, മരുന്നില്ലാത്ത അവസ്ഥ, സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ, ആരോഗ്യ മേഖല ഒന്നടങ്കം സ്തംഭിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് കിട്ടേണ്ട കേന്ദ്ര പദ്ധതികൾ പോലും ലഭിക്കാത്ത സാഹചര്യം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 5 ലക്ഷം രൂപ വരെ ലഭിക്കാവുന്ന ഇൻഷുറൻസ് പദ്ധതി, കേരളത്തിലെ 32 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. അതുവഴി ഈ 32 ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക് ചികിത്സാ സഹായം നിഷേധിക്കുന്ന നിലപാടുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ജലജീവൻ മിഷൻ പദ്ധതി UP പോലുള്ള, മഹാരാഷ്ട്ര പോലുള്ള വലിയ, മധ്യപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ അത് 95 മുതൽ 98, 99% വരെയും നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ അത് വെറും 54% വരെ മാത്രമേ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളൂ.